ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ വലിയ പ്രത്യാശകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പാടിയതുപോലെ കൃപ മതി എന്നാലും, വൈരികൾ വന്നാലും, എതിരുയർന്നാലും, പ്രതികൂലങ്ങൾ നമുക്കെതിരെ ആഞ്ഞടിച്ചാലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ ജീവിക്കുവാൻ ആവശ്യമായ ദൈവിക പ്രത്യാശ നമ്മിൽ വളർത്തുവാൻ ഏറ്റവും യോഗ്യമായ ഫലമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായ ഒരു വേദഭാഗത്ത് നമുക്ക് കടന്നു വരാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. ഗലാത്യ ലേഖനം 2 അതിൻ്റെ 20. മതി, നമുക്ക് കണ്ണ് അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല പകലിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഇവർ കടന്നു വരട്ടെ. ദൈവകൃപ അല്പനേരം ഞങ്ങളുടെ മേൽ പകരപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം വായിച്ചു കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ അല്പനേരം ഇന്നും ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അനുകൂലമാകുവാൻ ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ഉള്ള നാമത്തിൽ തന്നെ. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യന് എഴുതിയ ലേഖനത്തിൽ നിന്ന് സമയം അനുവദിക്കുന്നെങ്കിൽ 3 ചിന്തകൾ പറയാം. എന്നാൽ പ്രധാനമായിട്ട് ഒന്നാമത്തെ ചിന്ത നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു വ്യക്തി ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാം, അവൻ്റെ ജീവിതം എങ്ങനെ ക്രിസ്തുവിൽ മറയാം എന്ന ഒരു വിഷയത്തെക്കുറിച്ച്, ഹൗ വി ലീവ് ആൻഡ് ഹൗ വി ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് എന്ന ചെറിയൊരു സന്ദേശം അല്പനേരം നിങ്ങളുടെ മധ്യേ ഷെയർ ചെയ്യുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. ഇതിൻ്റെ ചിന്തകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആഴത്തിൽ ദൈവിക പ്രത്യാശയെ വളർത്തുകയും ഉയർത്തുകയും ദൈവത്തിലുള്ള പ്രത്യാശയിൽ ദൈവമക്കളെ വളർത്തുവാനും ഉത്തേജനം നൽകുന്ന ഒരു അധ്യായമാണ് ഗലാത്യ ലേഖനം. ഇതിൻ്റെ ചിന്തകൾ വളരെ അർത്ഥവത്താണ്. ഓരോ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ ചിന്തകൾ അത്രത്തോളം ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ ഒന്നാമത്തെ ചിന്ത ഇങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഒരുവൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാം? പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിൻ്റെ പ്രോസസ്? നമ്മുടെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 7-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്ങനെ ഒരു വ്യക്തി ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടും? മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒന്ന്, ദൈവവൈതലാകുവാൻ 2 പ്രോസസ്സ് നമുക്കുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെടുക, 2 സ്നാനപ്പെടുക. പൗലോസ് അപ്പോസ്തലൻ ഇതിനെ വളരെ ശക്തമായി ഊന്നി പറയുന്നു. എങ്ങനെ ഒരു വ്യക്തി ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാം? പ്രൈസ് ദി ലോർഡ്. അതിന് മറ്റൊരു പ്രോസസ്സും ഇല്ല, ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? വായിക്കാം. കേട്ടോ, ഒരുവൻ ക്രിസ്തുവിനോടുകൂടെ, പുതിയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഒരുവൻ ചേരണമെങ്കിൽ ഒന്ന്, അവൻ എന്ത് വേണം? 4-ാം വാക്യം, റോമാലേഖനം 7:4. കണ്ടോ, ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ എന്താകണം? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ, നമ്മളല്ല, നമ്മുടെ പ്രോസസ്സല്ല, നമ്മുടെ പേരല്ല, നമ്മൾ ആരെന്നുള്ള ചിന്താഗതിയല്ല. ബൈബിൾ പറയുന്നത് വേറെ ഒരുവനാകണം. പ്രൈസ് ദി ലോർഡ്. അത് വലിയൊരു ചിന്തയാണ്. അതിൻ്റെ ആഴം വളരെ വിശാലമാണ്. നമ്മൾ എന്ന വ്യക്തിത്വത്തിന് ഒരുപാട് പ്രൈഡുണ്ട്. നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്. നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഒരുപാട് ചിന്താഗതികളുണ്ട്. നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വത്തിന് പല ഭാഗങ്ങളും മരിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ ഇപ്പോൾ വായിച്ചതുപോലെ നാം ആരാകണമെന്നാ ക്രിസ്തു ആഗ്രഹിക്കുന്നത്? ഈ മനുഷ്യനെ കൊണ്ട്, ഞാനെന്ന് പറയുന്ന ഈ പച്ച മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ മരിച്ചാൽ, ഞാൻ ഇല്ലാതെയായാൽ, ഞാൻ നശിച്ചാൽ, എൻ്റെ ദേഹം ഇങ്ങനെ ഇല്ലാതെയായാൽ, ബൈബിൾ പറയുന്നു ഞാൻ ദേഹസഹിതനായി. എൻ്റെ ജീവിതത്തിൽ ഒരു മരിപ്പ് നടക്കുന്നതാണ് യഥാർത്ഥമായ ഉയർപ്പ്, അല്ലെങ്കിൽ യഥാർത്ഥമായ ക്രൂസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു മരിപ്പ് നടത്തും? ഒരു വലിയ ആശയമാർന്നൊരു ചിന്തയാണ്. എങ്ങനെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം മരിക്കും?
സാധാരണ നിലയിൽ ഞാനെന്ന് പറഞ്ഞ വ്യക്തിത്വത്തെ മരിപ്പിക്കുവാൻ എനിക്ക് കഴിയത്തില്ല. പൗലോസ് അപ്പോസ്തലനിലേക്ക് നമ്മുടെ ചിന്തയൊന്ന് തിരിച്ചേ. താൻ ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. പണം കൊണ്ട്, പഠനം കൊണ്ട്, ജീവിത സാഹചര്യം കൊണ്ട്, റോമൻ സിറ്റിസൺഷിപ്പ് കൊണ്ട് അവനെ വെല്ലാൻ ഒരുവനുമില്ലായിരുന്നു. അവനൊപ്പം നിൽക്കുവാൻ ആരുമില്ലായിരുന്നു. നോക്കിയേ, അപ്പോസ്തലന്മാരുടെ ലിസ്റ്റ് ഒന്ന് വായിച്ചേ. ഏറ്റവും വിദ്യാസമ്പന്നനായിരുന്നു ആര്? എൻ്റെ കൂടെ അല്പം നേരം വരണേ. അല്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല, എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ലിസ്റ്റ് എടുത്താൽ പഠനത്തിൽ അവൻ ഒന്നാമനാ, പൗരത്വത്തിൽ അവൻ ഒന്നാമനാ, രാജ്യത്തിന്റെ തലത്തിൽ അവൻ ഒന്നാമനാ, സനഗ്രഹ സംഘത്തിൽ ന്യായപ്രമാണത്തിന്റെ പഠനപ്രകാരം അവൻ ഒന്നാമനാ. എന്നാൽ ഒരു വ്യത്യാസം അവിടെ കാണുന്നു. അവൻ മരിച്ചപ്പോൾ, അവൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടപ്പോൾ, എൻ്റെ പൗരത്വമല്ല എൻ്റെ വിഷയം, ഞാൻ പഠിച്ച ന്യായപ്രമാണമല്ല എൻ്റെ വിഷയം, ഞാൻ ആയിരിക്കുന്ന പേരും പെരുമയുമല്ല എൻ്റെ വിഷയം, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലർക്കും ഈ ഒരു പദം, ഈ ഒരു തലത്തിലേക്ക് എത്തുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പേര് കൊണ്ടും ആരാധന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അന്യഭാഷ കൊണ്ടും പലപ്പോഴും നാം ആരോ ആകുന്നു എന്നുള്ള ചിന്തയിൽ വരുന്നു, പ്രസംഗിക്കുന്ന ഞാൻ പോലും. എന്നാൽ ഈ ഒരു പദം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നിടയായി തീർന്നു. ഞാൻ എന്താകണം? ക്രൂശിക്കപ്പെടണം. ഞാൻ എന്താകണം? മരിക്കണം. നാം ആരുമായിക്കോട്ടെ, നാം എന്തുമായിക്കോട്ടെ, ഞാൻ ആരുമായിക്കോട്ടെ, കുഞ്ഞെ, ഇതല്ല എൻ്റെ വിഷയം. പൗലോസ് അപ്പോസ്തലൻ ഊന്നി പറയുന്നു ഒരൊറ്റ ചിന്ത: ഞാൻ മരിച്ചിട്ട് ഞാൻ ആരാകണം? വേറൊരുവനാകണം. പ്രൈസ് ദി ലോർഡ്. നീ വേറൊരുവനാകുന്നില്ലെങ്കിൽ നമ്മൾ എവിടെ ചെല്ലുവാൻ സാധ്യമല്ല? സ്വർഗരാജ്യത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. ബാബു ചെറിയാൻ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ച ഒരു ചിന്ത എന്നെ വളരെ ആകർഷിക്കേണ്ടതായി തീർന്നു. യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒട്ടകം സൂചിമുനയിലൂടെ കടക്കുന്നത് പോലെയാണ് ഒരുവൻ എവിടെ കിടക്കുന്നത്. എനിക്ക് വളരെ താൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ചിന്തയായി തോന്നുവാനിടയായി തീർന്നു. മറ്റൊന്നുമല്ല, എങ്ങനെ ഒരു ഒട്ടകം സൂചിമുനയിൽ കൂടെ നടക്കും? ഇതെങ്ങനെ സാധ്യമാകും? ലോകത്തിൽ ഏറ്റവും ചെറിയ മുനയാണ്, ഏറ്റവും ചെറിയ കുഴലാണ്, ദ്വാരമാണ്. എന്തിൻ്റെ? സൂചിയുടെ ദ്വാരം. എന്തിന്? ഒരു കണ്ണാടി ഇട്ട് എന്തുമാത്രം പാടുവിട്ടാൽ അതിനകത്തൂടെ നൂലിറങ്ങിപ്പോകാൻ കഴിയുന്നത്. എങ്ങനെ ഒരു ഒട്ടകം ഇതിനകത്ത് കയറും? ഇംപോസിബിൾ ആയ കാര്യം നമ്മുടെ ദൈവം പറയാറുണ്ടോ? അവൻ പറയുന്നതെല്ലാം സാധ്യമാകുന്നതേ അവൻ പറയാറുള്ളൂ. പിന്നെ എങ്ങനെ ഒട്ടകം സൂചിമുനയെ കൂടെ നടക്കും? താൻ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ചിന്തിക്കാനിടയായി തീർന്നു. ഒരു പക്ഷെ നെരുങ്ങിയൊക്കെ ഒട്ടകത്തിന്റെ തല അതിനകത്ത് കയറിയാലും ഒട്ടകത്തിന്റെ വലിയൊരു ലഗേജ് അതിന്റെ മുതുകിലുണ്ട്. അതെങ്ങനെ കയറും? പ്രൈസ് ദി ലോർഡ്. അത് കയറാൻ ഏറ്റവും പ്രയാസമാണ്. ഇതെങ്ങനെ സാധ്യമാകും? എന്നാൽ എന്നെ താൻ പറഞ്ഞൊരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. എങ്ങനെ ഒട്ടകം സൂചിമുനയെ കൂടെ കയറും? ഒട്ടകമാകുന്ന ആ വ്യക്തിത്വം ഒരു മിക്സിക്കകത്ത് അരിഞ്ഞ് ചതഞ്ഞ് പൊടിയായി തരിയായി മാറ്റപ്പെട്ട് അതിനകത്ത് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മെതിച്ച് ഒതുക്കി ആ സൂചിമുനയിൽ കൂടെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിച്ച് പുറത്തു വരേണ്ടതായി തീരും. എന്ന് വെച്ചാൽ ഒട്ടകം എവിടെ കൂടെ കടക്കും? എങ്ങനെ കടക്കും? എങ്ങനെ ഒട്ടകം സൂചിമുനയിൽ കൂടെ കടക്കും? അത് മരിച്ച് ചതഞ്ഞ് അരഞ്ഞ് നീരായി മാറ്റപ്പെടുമ്പോൾ. ഇത് തന്നെയാ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. എങ്ങനെ ഞാൻ ക്രൂശിക്കപ്പെടും? ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം ചതഞ്ഞരയണം. ഞാനെന്ന് പറയുന്ന പേര് ചതഞ്ഞരയണം. എന്നാൽ എന്തു വളരണം? ക്രിസ്തുവിനിൽ വളരണം. വായിക്കാം വാക്യം, റോമാലേഖനം 7:4 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ഇന്ന് പകൽക്കാലം എന്നിലല്ല ഫലം, എന്റെ പേരിലല്ല ഫലം കായ്ക്കുന്നത്. എവിടെ ഫലം കായ്ക്കണം? എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയായി തീരും? സാധാരണ ഇതിനൊന്നും സ്തോത്രമൊന്നും കേൾക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് എൻ്റെ പേരിന് എനിക്കൊരു ഫലം ഉണ്ടാകണം, ഞാൻ പഠിച്ചത് കൊണ്ടൊരു ഫലം ഉണ്ടാകണം, എൻ്റെ ഭവനത്തിൻ്റെ പേര് കൊണ്ട് എനിക്കൊരു ഫലം ഉണ്ടാകണം, ഞാനെന്ന് പറയുന്ന ഫലം കായ്ക്കണമെന്നാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കുഞ്ഞെ, നീ ക്രൂശിക്കപ്പെട്ടാൽ നീ എന്താകണം? ദൈവത്തിനാകണം ഫലം. You must fruitful for God alone. നിനക്ക് വേണ്ടിയല്ല, നിന്റെ പോക്കറ്റിന് വേണ്ടിയല്ല, നിന്റെ വീടിന് വേണ്ടിയല്ല, നിന്റെ മക്കൾക്ക് വേണ്ടിയല്ല, നിന്റെ പേരിനും പ്രശംസയ്ക്കും വേണ്ടിയല്ല നിന്റെ ഫലം വരേണ്ടത്.
മറിച്ച് നിന്റെ ഫലം ക്രൂശിനു വേണ്ടിയാകട്ടെ. നാം ദൈവത്തിന് ഫലം കായ്ക്കണം. 1. 2, കേട്ടോ, രണ്ടാമത്തെ ചിന്ത, നീ ഒന്നും മരിക്കണം. നിന്റെ പേരിന് നീ ഫലം കായ്ച്ചാൽ നീ ഒരിക്കലും മരിക്കത്തില്ല. നിന്റെ പേരിന് നീ ഫലം കായ്ച്ചാൽ നീ ഒരിക്കലും ജീവിക്കത്തില്ല. എന്നാൽ നിന്റെ പേരിനല്ല ദൈവത്തിന് ഫലം കായ്ച്ചാൽ നീ എന്താകും? വേറൊരു മനുഷ്യനാകും. താഴ്ത്ത് വായിക്കാം വളരെ വേഗം. കേട്ടോ, നിന്റെ പേര് കൊണ്ടല്ല നീ മരിച്ചത്, നിന്റെ കുടുംബം കൊണ്ടല്ല നീ മരിച്ചത്. നിന്നെ ആ ക്രിസ്തുവിലെ ക്രൂശിലെ സ്നേഹം തേടി വന്നപ്പോൾ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. ക്രൂശിലെ ഒരു ചിന്ത എന്നെ ഞാൻ ഒരു പ്രകാരം ഒരു ചിന്ത കേൾക്കണ്ടായി തീർന്നു. യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ ദേഹത്തടിക്കുന്ന ഓരോ ചാട്ടവാറടിയും അവന്റെ ശരീരം ഉഴവ് ചാലുകൾ പോലെ കീറപ്പെട്ട മേഖലയിലും അവന്റെ തലയിൽ മുൾക്കിയിടം വെച്ച സമയത്തും അവന്റെ ശരീരത്തിലെ അവന്റെ വസ്ത്രം കീറി മാറ്റപ്പെട്ടപ്പോഴും അവനെ ക്രൂശിന്മേൽ അടിക്കപ്പെട്ടപ്പോഴും കാലുകൾ കൈകൾ ആണിമേൽ തറയ്ക്കപ്പെട്ടപ്പോഴും അവൻ സഹിക്കുന്ന വേദനയല്ല അവൻ ഓർത്തത്, മറിച്ച് എന്നെയും നിന്നെയുമാണ് അവൻ ഓർത്തത്. എത്ര പേർക്ക് ആ രഹസ്യം മനസ്സിലായി? ദൈവപൈതലേ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്പവേദന സഹിക്കുവാൻ നമുക്ക് വളരെ വിഷമമാണ്. എന്നാൽ കുഞ്ഞെ, നിനക്ക് വേണ്ടി മുള്ളിന്റെ മുന അവന്റെ കണ്ണിൽ തലമേ തറച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു പണ്ഡിതാവ് ഇപ്രകാരമാണ് പറഞ്ഞത്. യേശുവിനെ തലയിൽ തറച്ച ആ മുൾക്കിരീടത്തിന്റെ ഒരു മുള്ള് അവന്റെ കണ്ണിലെ അകത്തൂടെ കുഴിഞ്ഞിറങ്ങിയത്. എത്രത്തോളം യാഥാർത്ഥ്യമെന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ അത് ഒരു പക്ഷെ സാധ്യമാകാൻ സാധ്യത ഉണ്ടാകാൻ കഴിവുള്ളതാണ്. എന്തിനു വേണ്ടി? എന്നെ അവൻ ഓർക്കുവാൻ വേണ്ടി. എന്നാൽ നമ്മൾ ആരാധിക്കുന്നവരാണ്, നമ്മൾ പ്രസംഗിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. എത്രത്തോളം ആ മനോഭാവം നമ്മളിലുണ്ട്? ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രത്തോളം how much we love Christ, എത്രത്തോളം ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, അവൻ എനിക്ക് വേണ്ടി എന്തൊക്കെ പാട് സഹിച്ചു. എന്നാൽ ഞാൻ എത്രത്തോളം അവന് വേണ്ടി നിൽക്കുന്നുണ്ട്, എന്നാൽ ഞാൻ അവന് വേണ്ടി എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട്, എത്രത്തോളം അവന് വേണ്ടി കഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാകുന്നുണ്ട്. സാമ്പത്തികം ഒരു മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. നന്മ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. എന്നാൽ ഇതുകൊണ്ടൊന്നും മനുഷ്യനെ അളക്കുവാൻ സാധ്യമല്ല. ബാവുചെറിയാൻ പറഞ്ഞൊരു ചിന്തയുണ്ട്. എനിക്ക് വളരെ തൻ്റെ അന്നത്തെ പ്രസംഗം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താൻ പറഞ്ഞൊരു ചിന്തയുണ്ട്, നമുക്കൊരു BMW ഒരു നല്ല കാറ് കിട്ടിയിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചെന്ന് നീ പറയരുത്. ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാകാം അത്. പക്ഷെങ്കിൽ നിന്നേക്കാളും ഭക്തരായി ജീവിക്കുന്നവർ ഇപ്പോഴും സൈക്കിൾ പോലും ഇല്ലാതെ നടക്കുന്നുണ്ട്. അത് വെച്ചല്ല അനുഗ്രഹത്തെ അളക്കുന്നത്, അത് വെച്ചല്ല നന്മയെ അളക്കുന്നത്. ഇറ്റ്സ് ഓക്കേ, അവൻ ദൈവം തരുന്ന ദാനങ്ങളാണ്, ഇതൊക്കെ നീ അനുഭവിച്ചോ, ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നാൽ ഇതുകൊണ്ട് നന്മയുടെ പൊസിഷനെ അളക്കാൻ പാടില്ല. നീ ക്രൂശിക്കപ്പെട്ടത് നല്ല കാറിനോ നല്ല വീടിനോ നല്ല നന്മയ്ക്കോ നല്ല പേരിനോ നല്ല പെരുമയ്ക്കോ വേണ്ടിയല്ല. നീ ക്രൂശിക്കപ്പെട്ടത് Christ alone must be glorified in your life. നിന്റെ ജീവിതത്തിന്റെ ആയുഷ്കാലം മുഴുവൻ ക്രിസ്തു എന്ന ഏക വ്യക്തി നിന്നിൽ മഹത്വപൂർണ്ണനാകേണ്ടതിനാണ് നീ ക്രൂശിക്കപ്പെട്ടത്. അല്ലെങ്കിൽ പള്ളി വിട്ടതുകൊണ്ടും പട്ടം വിട്ടതുകൊണ്ടും കൂദാശകൾ വിട്ടതുകൊണ്ടും കൃപാന വിട്ടതുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. നിന്റെ പേരിനല്ല മാറ്റം വരേണ്ടത്, നിന്റെ സ്വഭാവത്തിനാണ് മാറ്റം വരേണ്ടത്, നിന്റെ ജീവിതത്തിനാണ് മാറ്റം വരേണ്ടത്. ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ മറ്റൊരു വ്യക്തി ജീവിക്കണം. എങ്ങനെ മറ്റൊരു വ്യക്തി ജീവിക്കും? താഴോട്ട് വായിക്കാം, റോമാലേഖനം. കേട്ടോ, ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ എന്നോട് എന്തിനായിരുന്നു കർത്തൃത്വം? ന്യായപ്രമാണത്തിനായിരുന്നു കർത്തൃത്വം. ഞാൻ ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിലുള്ളതായ പാപരാഗങ്ങൾ, പാപ സ്വഭാവങ്ങൾ, പാപത്തിന്റെ മോഹങ്ങൾ. വായിക്കാം. കേട്ടോ, നമ്മൾ പണ്ട് ക്രിസ്തുവിന് വേണ്ടി ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഞരമ്പുകളിൽ ഞാടികളിൽ ഓടിയിരുന്നത് പാപ സ്വഭാവത്തിന്റെയും പാപ ഇച്ഛയുടെയും പാപത്തിന്റെ വൈകൃതങ്ങളുടെയും രക്തമായിരുന്നെങ്കിൽ ക്രൂശിൽ കാൽവറിയിൽ നമ്മൾ അറുക്കപ്പെടുമ്പോൾ, നാം വേറൊരു മനുഷ്യനാകുമ്പോൾ എനിക്കൊരു പ്രത്യാസം വന്നു, എനിക്കൊരു ചലനമുണ്ടായി.
എൻ്റെ ഉള്ളിൽ പാപ സ്വഭാവത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്തു? ക്രിസ്തുവിൽ ഞാൻ കുഴിച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് വായിക്കാം വളരെ വേഗം. കേട്ടോ, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന, ഒരു കാലത്ത് നമ്മൾ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ, ക്രിസ്തുവിന് മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിൽ എന്തായിരുന്നുള്ളത്? പാപ സ്വഭാവമായിരുന്നുള്ളത്. എന്നാൽ ഇന്നലകളിൽ നിന്നെ പിടിച്ചടക്കിയിരുന്നത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥകളും പ്രമാണങ്ങളുമായിരുന്നു. എന്നാൽ താഴ്ത്ത് വായിക്കാം. കേട്ടോ, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് എന്ത് ചെയ്തു? മരിച്ചു. I must be clear out from the law of God. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വം മരിച്ചില്ലാതെയായി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വായിക്കാം. കേട്ടോ, അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല കുഞ്ഞേ, നീ ആരാധിച്ചതിന്റെ പേരിലല്ല, നീ കൈകൊട്ടിയതിന്റെ ശബ്ദഘോഷത്തിലല്ല, നീ പറഞ്ഞ അന്യഭാഷയുടെ വാക്ചാതുര്യത്തിലല്ല, നിന്റെ പ്രസംഗത്തിനകത്തുള്ള വാക്കുകളുടെ ബലത്തിലല്ല, മറിച്ച് അക്ഷരം കൊല്ലുമ്പോൾ നിന്റെ ഉള്ളിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ജീവിക്കാം. പ്രൈസ് ഗോഡ്. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-24 വളരെ വേഗം. ലൂക്കോസ് 9:23-24. മറ്റൊരാൾ ഗലേഷ്യ ലേഖനം 4:5-24 എടുത്തു. ആ കേട്ടോണേ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ചെന്നാണ് യഥാർത്ഥ ഇത് വിശുദ്ധ വേദപുസ്തകം. ഓക്കെ, തന്നെത്താൻ നിഷേധിച്ച്, he must be leave himself, he must be denied himself. അവൻ അവനെ തന്നെ ത്യജിച്ചിട്ട് എന്ത് ചെയ്യണം? കേട്ടോ, കേട്ടോ ഒരു ചിന്ത. ഒരുവൻ ക്രിസ്തുവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ അവൻ എന്താകണം? എത്രത്തോളം നമ്മൾ ത്യജിക്കപ്പെടുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ഇല്ലാതെയാകുന്നുണ്ട്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കണം. എന്താ തൻ്റെ ക്രൂശ്? അത് വലിയൊരു ചിന്തയാ, തൻ്റെ ക്രൂശ് എന്ന് പറയുന്നൊരു ചിന്ത. അതിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളാകുന്ന വ്യക്തിത്വത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പേരിൻ്റെയും പ്രശംസയുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും പേരിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചിലതുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. ക്രൂശ് കാണിക്കുന്നത് ത്യാഗത്തെയാണ്. ക്രൂശ് കാണിക്കുന്നത് ത്യജിക്കപ്പെടലിനെയാണ്. ക്രൂശ് കാണിക്കുന്നത് ഇല്ലാതാക്കപ്പെടലിനെയാണ്. നാം എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിക്കണം. ത്യജിച്ചിട്ട് എന്ത് ചെയ്യണം? must be followed to Christ. അവൻ ദൈവത്തിന്റെ പിന്നാലെ പോകാൻ ഇച്ഛിക്കണം. വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ ചില വാക്യങ്ങളിലൂടെ വായിക്കുന്നതുകൊണ്ട് മുന്നോട്ട് പോകട്ടെ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യം. ഗലാത്യ ലേഖനം 5:24 കേട്ടോ, if you are in Christ, നീ ക്രിസ്തുവിലുള്ളവനാണെങ്കിൽ നിന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്യണം? അതിന് രാഗമുണ്ട്, മോഹമുണ്ട്, ചിന്തകളുണ്ട്, വിചാരങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. എന്നാൽ ക്രിസ്തുവിലാണോ നീ? നീ ക്രിസ്തുവിന് വേണ്ടിയുള്ളവനാണോ? നീ എന്ത് ചെയ്തിരിക്കണം? You must be denied. നീ തീർച്ചയായും അതിനെ ഉപേക്ഷിക്കണം. എന്തിനെ ഉപേക്ഷിക്കണം? രാഗമോഹങ്ങളോടുകൂടി must be fully deny. നിന്റെ ജീവിതത്തെ മുഴുവനായി ഇല്ലാതാക്കണം. 6:14 കേട്ടോ കുഞ്ഞേ, നിനക്കെയും നീ കുഴിച്ചിടപ്പെട്ടാൽ, രാഗമോഹങ്ങളോടുകൂടി ഇല്ലാതാക്കപ്പെട്ടാൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. മറ്റൊന്നിലുമല്ല എന്റെ പ്രശംസ വരേണ്ടത്. എന്റെ ക്രിസ്തു എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം, ആ കാൽവരി ക്രൂശികൾ ചൊരിഞ്ഞ നിമിത്തം എന്റെ പ്രശംസ ആ ക്രൂശിലാകണം.
പ്രൈസ് ദി ലോർഡ്. പേരിനും പ്രശംസയ്ക്കും വേണ്ടി ഓടുന്നവർ അനേകരുണ്ട്. പേര് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നവരുണ്ട്. ഒന്ന് പൊക്കി പറഞ്ഞാൽ നല്ല തുക പോക്കറ്റ് മണിയായി ലഭിക്കുന്നവരുണ്ട്. കുഞ്ഞേ, ഇതിലൊന്നുമല്ല നിന്റെ പേരും പ്രശംസയിരിക്കുന്നത്. മരിച്ച് പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, എനിക്കോ. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു ആശയമാണ്. എനിക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അതിനകത്തൊരു പെർഫെക്റ്റ് സെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, nothing to me, എനിക്ക് മറ്റൊന്നിനുമില്ല. ബട്ട് എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തിനിട വരും? പ്രശംസക്കിട വരും. എന്നാൽ പൗലോസ് വിളിച്ചു പറയുന്നു, ഇടവരുത്തരുത് എന്നുള്ളൊരു അപേക്ഷയാണ് താൻ അവസാനം സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ക്രൂശിലല്ലാതെ മറ്റൊരിടത്തും പ്രശംസിപ്പാൻ എനിക്ക് ഇടവരരുത്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ? ഞാൻ ക്രൂശ് എന്നൊറ്റ പദത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. എങ്ങനെ ക്രൂശിക്കപ്പെടുന്നു? റോമാലേഖനം 6 അധ്യായം 3 മുതൽ 8 വരെ വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. എന്താണ് അവിടെ? സ്നാനം എന്ന വിഷയത്തെ ഊന്നി പറയുന്നു. ഒന്ന്, രക്ഷിക്കപ്പെടുന്ന അവസ്ഥയാണ്, ഡിനൈഡ് ആണ്. എങ്ങനെ ക്രൂശാകുന്നു? രണ്ടാമത്തെ ചിന്ത എന്താണ്? യഥാർത്ഥത്തിൽ ക്രൂശിക്കപ്പെടുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു. വായിക്കാം. 3. കേട്ടോ? 1, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമിട്ടവരെന്താണ്? എ ബാപ്റ്റിസം ഇൻടു ഹിസ് ഡെത്ത്, മരണത്തോട് ഏകീഭവിക്കുന്നു. 1 ക്രൂശ്. 2, ബി അണ്ടർ ടുഗദർ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിസ് ഡെത്ത്. 6:5 വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, അവന്റെ മരണത്തോട് നമ്മൾ എന്താകുന്നു? 5 ഏകീഭവിച്ചവരാകുന്നു. അതിന്റെ 6 വായിക്കുന്നു, ഡിനൈ ടുഗദർ വിത്ത് ക്രൈസ്റ്റ്, അവനോടുകൂടെ 6 അവനോടുകൂടെ നമ്മെ തന്നെ ത്യജിക്കുന്നു. അടുത്തത്, if we have been baptized into Christ, we have sat together with him. നമ്മൾ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നുവെങ്കിൽ, നമ്മൾ അവനോടുകൂടെ ഇല്ലാതാക്കപ്പെടുന്നുവെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, I have been crucified with Christ. ഞാൻ എന്നെ തന്നെ ക്രൂശിൽ ഇല്ലാതാക്കപ്പെട്ടത് മറ്റൊന്നു കൊണ്ടുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഇച്ഛകളിൽ ദൈവത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. 2-3 ചിന്തകൾ എനിക്ക് പറയാനുണ്ട്, മുന്നോട്ട് കടന്നു പോകട്ടെ. വാട്ട് ഡസ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് മീൻസ്? എന്താണ് യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫോർ സം ഇറ്റ് മീൻസ് ഡെത്ത് ടു ലോ. ചിലർക്ക് മരണത്തോട്, ദൈവ ന്യായ പ്രമാണത്തോട് എന്ത് ചെയ്യുന്നു? ഗലാത്യലേഖനം 2 അധ്യായം 19 വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുമ്പോൾ കാണുമ്പോൾ കഴിയുന്നു, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണം സംബന്ധമായി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഡെത്ത് ടു ലോ. ന്യായപ്രമാണത്തിന് അനുസൃതമായി ഇന്നലെ വരെ ഞാൻ ജീവിച്ചു. എന്നാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ ഞാൻ എന്താകുകയാണ്? ന്യായപ്രമാണത്തെ മരിപ്പിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. അടുത്തത്, രണ്ടാമത്തെ ചിന്ത ഇപ്രകാരമാണ്, those who have been crucified with Christ have died to him. നിയമത്തോട്, ന്യായപ്രമാണത്തോട് അവൻ എന്ത് ചെയ്യുകയാണ്? മരിപ്പിക്കപ്പെടുകയാണ്. For all it means death of self. നമ്മുടെ ജീവിതത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? മരിപ്പിക്കുകയാണ്. ഗലാത്യലേഖനം 2 അധ്യായം 20 വാക്യം നമ്മൾ വായിച്ചതുപോലെ, ഇറ്റ് മീൻസ് നോ ലോങ്ങർ ഐ ഹു ലീവ്. ഇത് എന്ന് വെച്ചാൽ ഞാനല്ല ഇനിയും ജീവിക്കുന്നത്, ആസ് ക്രൈസ്റ്റ് thought we must be willing to deny self to follow him. നമ്മുടെ ജീവിതത്തെ നമ്മൾ ത്യജിച്ചിട്ട്, നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തയ്യാറാവുകയാണ്? ഡിനൈ അവർ സെൽഫ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ത്യജിച്ചിട്ട് ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് നമ്മൾ ചേരുകയാണ്. ഫോർ ഓൾ ഇറ്റ് മീൻസ് ഹാവ് ബീൻ ക്രൂസിഫൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശരീരത്തെ, ഫ്ലഷിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇല്ലാതാക്കുകയാണ്. ഗലാത്യലേഖനം 5 അധ്യായം 24 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ കഴിയും. ഗലാത്യലേഖനം 5:24. വളരെ വേഗം.
നമ്മൾ വായിച്ചതുപോലെ തന്നെ ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. ടു പ്രിൻസിപ്പൽ ടു അവർ ബാപ്റ്റിസം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രമാണമാണ് ദൈവത്തോടു കൂടെ എന്ത് ചെയ്യപ്പെടുക? ക്രൂശിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചിന്തകളിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഒന്നാമത്തെ ചിന്ത, നമ്മൾ എന്ത് ചെയ്യുക? അവനോടുകൂടെ ക്രൂശിക്കപ്പെടുകയാണ്. ഒന്നാമത്തെ ചിന്ത, രണ്ടാമത്തെ പദം ഞാൻ പറയട്ടെ. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 4:3. കേട്ടോ, അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ നമുക്ക് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ എന്തെന്ന് അറിയുകയില്ലായിരുന്നു. അതുകൊണ്ട് നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളിൽ കീഴിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ലോകത്തിന്റെ പാപങ്ങൾ ആദ്യ നാളുകളിൽ നമ്മെ കീഴ്പ്പെടുത്തിയിരുന്നു. 9-ാം വാക്യം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? Now I know Christ. എനിക്കിപ്പോൾ ആരെ അറിയാം? എത്ര പേർക്ക് ദൈവത്തെ അറിയാം? എങ്ങനെ ദൈവത്തെ അറിയാം? നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ, നമ്മെ തന്നെ നമ്മൾ ത്യജിക്കുമ്പോൾ, ഇപ്പോഴോ നാം ദൈവത്തെ അറിഞ്ഞും ദൈവം. എത്ര പേർക്ക് ആ ഒരു പെർഫെക്റ്റായ ഉത്തമമായ ബോധ്യമുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞു, എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ ദൈവം എന്നെ അറിയുന്നു. ഇപ്പോഴോ ഞാൻ ദൈവത്തെ അറിഞ്ഞും ദൈവം എന്നെ അറിഞ്ഞും ഇരിക്കാൻ. കേട്ടോ, പ്രൈസ് ദി ലോർഡ്. പിന്നെയും നിങ്ങൾ എങ്ങോട്ട് തിരിയുന്ന പൗലോസ് അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുന്നത്? ബലഹീനവും ദരിദ്രവുമായ. അപ്പോൾ ആദ്യ പാഠങ്ങളിലേക്ക് നീ തിരിഞ്ഞാൽ നീ ആരായിത്തീരും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പ്രമാണം അനുസരിച്ച് കലപ്പയ്ക്ക് കൈ വെച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരാണ്? ദൈവരാജ്യത്തിന് അവകാശിയല്ല, ശപിക്കപ്പെട്ടവനാണ്. ഇന്ന് പകൽക്കാലം നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇനി ഞാനെന്ന് പറയുന്ന വ്യക്തിത്വമല്ല ജീവിക്കേണ്ടത്, മറിച്ച് ആരാകണം? ക്രിസ്തുവാകണം എന്നിൽ ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കും. ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. 12-13 വാക്യം, സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗം. 12-13 ചില വാക്യം. ആകയാൽ സഹോദരന്മാരെ, കേട്ടോ, ഞാനിപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ഞാൻ ആർക്കല്ല കടക്കാരനാകുന്നത്? കണ്ടോ, ജഡം എന്താണ്? മാനുഷികമായ ചിന്തകളും ഇച്ഛകളുമാണ് ജഡം. ഇപ്പോൾ ഞാൻ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ഞാൻ ആർക്കല്ല കടക്കാരൻ? പിന്നെ ആർക്കാ? വായിക്കാം. കേട്ടോ, നിങ്ങൾ ജഡത്തിന് കടക്കാരാവുകയില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ must be sure, ഇത് ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾ മരിക്കും നിശ്ചയം. എന്നാൽ അടുത്ത ചിന്ത കേട്ടോ, ആത്മാവിനാൽ ശരീരത്തിന്റെ ചിന്തകളെ മരിപ്പിക്കുന്നു എങ്കിൽ എത്ര പേർ ദൈവത്തെ സ്തുതിക്കാനിടയാകും? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നമുക്ക് ഏകമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എന്നതാണ്. എന്താണ് മരിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കും? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രൂശിക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ത്യജിക്കാതെ, നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തിത്വമായ സുഖങ്ങളെ നമ്മൾ ത്യജിക്കാതെ, വ്യക്തിത്വമായ ഇച്ഛകളെയും വ്യക്തിത്വമായ ആഗ്രഹങ്ങളെയും നമ്മൾ ത്യജിക്കാതെ ഒരുവനും ഒരിക്കലും ക്രൂശെടുക്കാൻ കഴിയുകയില്ല. ഒരുവൻ ക്രൂശെടുക്കാതെ ദൈവത്തെ അനുഗമിക്കുന്നതും വെള്ളത്തിൽ വെറുതെ വരയ്ക്കുന്നതും ഒരുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രൂശ് എടുത്തവനാണോ നീ രക്ഷിക്കപ്പെട്ടവനാണോ നീ? നിനക്ക് ലോകത്തിൽ പലതും സഹിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് തൻ്റെ സ്വന്തം മകളോട് ചെയ്ത ഒരു ക്രൂരമായ പ്രവൃത്തി ഗുഡ് ന്യൂസിൽ വന്നൊരു വാർത്ത ഞാൻ വായിക്കേണ്ടതായി. എനിക്ക് ഒരുപാട് വിഷമം തോന്നേണ്ടതായിരുന്നു. ഒരു ഗൾഫ് രാജ്യത്തിൽ തൻ്റെ സ്വന്തം മകൾ, ഏറ്റവും താൻ സ്നേഹിച്ച മകൾ, താനിങ്ങനെ ബൈബിൾ പ്രകാരമായ പഠനങ്ങൾ നടത്തി യേശു ക്രിസ്തു സത്യദൈവമെന്ന് മനസ്സിലാക്കി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. രഹസ്യമായി
താനിങ്ങനെ മുന്നോട്ട് ജീവിതം നയിക്കുക. താനിങ്ങനെ വെബ്സൈറ്റിനകത്തൊരു ഇൻ്റർനെറ്റിനകത്തൊരു വെബ്സൈറ്റ് തുടങ്ങി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ അനേക മുസ്ലിങ്ങളിലേക്ക് താനിങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് തൻ്റെ സഹോദരൻ ഒരു അപ്രത്യക്ഷമായി തൻ്റെ റൂമിൽ വന്നപ്പോൾ ഒരു കുരിശിൻ്റെ പടം തൻ്റെ റൂമിനകത്ത് പെട്ടെന്ന് അവൻ്റെ ശ്രദ്ധയപ്പെടാനിടയായിത്തീർന്നു. താൻ ഇങ്ങനെ മാറി മാറി നോക്കി, എന്താ ഇവിടെ ഇങ്ങനെ എങ്ങനെ ക്രൂശ് വന്നു. പിന്നെ അവിടെ നെറ്റ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരുപാട് ഇൻ്റർനെറ്റും തൻ്റെ കമ്പ്യൂട്ടർ നോക്കിയപ്പോൾ ഒരുപാട് ബൈബിളിനെ കുറിച്ചുള്ള പഠനങ്ങളുടെ ചിന്തകൾ, എങ്ങനെ ഒരു ക്രിസ്തുവിലാകും എന്നുള്ള ചിന്തകൾ പറഞ്ഞു. തൻ്റെ സഹോദരൻ പെട്ടെന്ന് എന്ന് ഇത് പിതാവിനോട് പറഞ്ഞു. പിതാവ് എന്തോ ചെയ്തെന്നറിയാമോ? തൻ്റെ മകളെ പിടിച്ചുകൊണ്ട് വന്ന് നാക്ക് പുറത്തോട്ട് വലിച്ച് ആ നാക്ക് മുറിച്ച് കളഞ്ഞു. ഒരൊറ്റ കാരണമാണ്, അവൾ ചെയ്ത പാപം കൊണ്ടല്ല, അവൾ ക്രിസ്തുവിനെ സ്വീകരിച്ചത് കൊണ്ടാണ്, അവൾ ക്രൂശ് എടുത്തത് കൊണ്ടാണ്. അതിനുശേഷം പിതാവ് അവളെ വെറുതെ വിട്ടില്ല, നാക്ക് മുറിച്ച് കളഞ്ഞിട്ട് കൂട്ടിയ തീയിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞ് പെടഞ്ഞ് മരിച്ചു. എന്താ കാരണം? ക്രൂശ് എടുത്തത് കൊണ്ട് മാത്രം. നമ്മൾ എന്തോ കഷ്ടം സഹിക്കുന്നു, നമ്മൾ എന്തോ വേദന സഹിക്കുന്നു. നമുക്ക് അല്പം ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മൾ പിറുപിറുക്കുന്നവരാ. നമുക്ക് അല്പം വേദന വരുമ്പോഴേ ദൈവം എന്നെ മറന്നോ എന്ന് ചോദിക്കുന്നവരാ. കുഞ്ഞേ, ഇതൊന്നുമല്ല കഷ്ടത, ഇതൊന്നുമല്ല വേദന. ഒരുവൻ തന്നെത്താൻ ത്യജിക്കണം, തന്നെത്താൻ ഇല്ലാതെയാകണം. തൻ്റെ ഒരു മിഷണറിയുടെ ജീവചരിത്രം ഒരു കഥയായി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരേണ്ടയാകുന്നു. മലയോര പ്രദേശത്ത് ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കഷ്ടം സഹിച്ച ഒരു മിഷണറി കുടുംബം. പ്രൈസലോ. താനിങ്ങനെ ഭാര്യ, 2 മക്കൾ, പിതാവ്, 4 പേരടങ്ങുന്ന ചെറിയ കുടുംബം തങ്ങൾ യേശുവിന് വേണ്ടി അനേക കഷ്ടങ്ങൾ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്ന് പടയാളികൾ ഇവരുടെ രഹസ്യമായ സുവിശേഷീകരണം മനസ്സിലാക്കി തങ്ങളെ അവർ പിടിച്ച് പട്ടണത്തിന് നടുക്ക് കൊണ്ടുവന്നു. തറയിൽ മുഴുവൻ ഐസ് പാളികൾ നിരത്തി വലിയൊരു കുഴി കുഴിച്ചു. കുഴിയുടെ വാതിക്കെ കൊണ്ടുവന്ന് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ബൈബിളിനെ തുപ്പി ആര് ഈ കുഴിയിൽ ചാടുന്നു, ബൈബിളിനെ തുപ്പുന്നു, അവർ രക്ഷപ്പെടും. അല്ല, ഇതിനെ തുപ്പാതെ ഇതിനു മുമ്പിൽ ആരൊക്കെ നിൽക്കുന്നു അവരൊക്കെ ഈ കുഴിയിലേക്ക് തള്ളപ്പെടും. ഈ 4 പേർ ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വേദന ചെയ്യുന്നപ്പോൾ ആദ്യമായി തൻ്റെ മാതാവ് ആ ബൈബിളിനെ ചുംബിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് ആ കുഴിയിലേക്ക് താൻ എടുത്ത് ചാടപ്പെട്ടു. 2 കുഞ്ഞുങ്ങളും അപ്രകാരം തന്നെ എടുത്ത് ചാടി. പിതാവ് അവസാനം എന്ത് ചെയ്യണമെന്നറിയാതെ ആ ബൈബിളിനെ തുപ്പി താൻ പിന്തിരിഞ്ഞു പോയി. ചുറ്റും നിന്ന പടയാളികൾ മുകളിലേക്ക് നോക്കിയപ്പോൾ 4 കിരീടങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു. ഈ പടയാളി എന്തോ ചെയ്തെന്നറിയാമോ? എനിക്ക് യേശുവിനെ വേണമേ എന്നുള്ള ഉച്ചഘോഷത്തോടെ താൻ ആ കുഴിയിലേക്ക് എടുത്ത് ചാടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ത്യജിച്ചവന് പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ല. എന്നാൽ നിത്യജീവൻ അർഹമാക്കപ്പെട്ടാൽ ഈ ലോകത്തിലെ നഷ്ടങ്ങളും ഈ ലോകത്തിലെ വേദനകളും ഈ ലോകത്തിലെ ദുഃഖങ്ങളും പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, സാരമില്ലെന്ന് നമ്മൾ എന്നാണ്. എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്കറിയുകയില്ല. എന്നാൽ എൻ്റെ പ്രാർത്ഥന അതാണ്, നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു മാത്രം നമ്മളെ ഓട്ടമാകട്ടെ, മറ്റൊന്നിനുമല്ല. നമ്മെ തന്നെ ത്യജിച്ച്, തന്നെത്താൻ ത്യജിച്ച്, തൻ്റെ ക്രൂശെടുത്ത്, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുക. ഇത് മാത്രമാണ് യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ബൈബിൾ പറയുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. അതിനാണ് നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട നാളിൽ, അഭിഷേകം പ്രാപിച്ച നാളിൽ, യേശുവിനെ സ്നേഹിച്ച നാളിൽ നല്ല ആരാധനയുണ്ടായിരുന്നു, നല്ല പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്തു സംഭവിച്ചാലും നമുക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് രാജപാർശ്വ വീട്ടിലായിരുന്നപ്പോൾ തിങ്ങി നിറന്ന് ഇടിച്ച് കുത്തിയിരുന്ന് ആരാധിച്ച ദിവസങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം പകരുന്ന ദിവസങ്ങളായിരുന്നത്. രായിച്ചായമേ കുഞ്ഞോച്ചാൻ്റെ വീട്ടിൽ വന്നപ്പോൾ അപ്രകാരം തന്നെ വളരെ ബുദ്ധിമുട്ട് നമ്മൾ ആരാധിച്ചു. നമുക്ക് ദൈവം വിശാലത തന്നു, ഇത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. എന്നാൽ അനുഗ്രഹിക്കുമ്പോൾ, നന്മകൾ പകരപ്പെടുമ്പോൾ അതിനൊത്തവണ്ണം ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരാകട്ടെ. പൂഴിക്കാട് സഭയ്ക്ക് ഇപ്പോൾ ഒന്നിനും ഒരു കുറവില്ല. നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്, കാറുകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. ആരും ബുദ്ധിമുട്ടോ വേദന അനുഭവിക്കുന്നത് എല്ലാം ദൈവം തന്നു. എന്നാൽ ക്രൂശ് നമ്മെ തന്നെ ത്യജിക്കാൻ എത്ര പേർ തയ്യാറാണ്? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്താൽ മാത്രമേ നിത്യരാജ്യത്തിന് അവകാശികളാകുകയുള്ളൂ. നമ്മുടെ ഓട്ടത്തിൽ ക്രൂശിനെ ദഹിക്കുന്നവരാകട്ടെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകട്ടെ.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പാസ്റ്റർ എമേ പ്രസംഗിക്കണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അറിയുകയില്ലായിരുന്നു. 11 മണി വരെ ഞാൻ ഇങ്ങനെ മാറി 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 എന്ത് പ്രസംഗിക്കുമെന്ന് ചിന്തിച്ചിരിക്കുക. എന്നാൽ എൻ്റെ ചിന്തയിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്തയാണ് ഇന്ന് പകൽക്കാലം ഞാൻ കുറിവാക്യമായി എടുത്തത്. എനിക്ക് ഒരുപാടൊന്നും പ്രസംഗിക്കാൻ പറ്റിയില്ല, ചില ഭാഗ്യങ്ങൾ മാത്രമേ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ എന്താണ്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചിന്ത വളരെ പ്രധാനമാണ്. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ അത് ശുശ്രൂഷിച്ചോളാം. ഇനിയും പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 2:20. കേട്ടോ, നിങ്ങൾ വായിക്കാം ഒന്നുകൂടെ. ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ അനുസരിച്ച് സംബന്ധിച്ചു മരിച്ചു എങ്കിൽ. എന്താണ് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ? നീ ക്രിസ്തുവിനെ അറിയാത്തപ്പോൾ നിന്നെ വേദനിപ്പിക്കാൻ ആരുമില്ല, നിനക്കെതിരെ പരിദൂഷണം പറയാൻ ആരുമില്ല, നിന്നെ ദുഃഖിപ്പിക്കാൻ ആരുമില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ആദ്യപാഠം എന്തുവാ? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക. അത് ബാഹ്യമായ തലത്തിൽ നടക്കുന്ന അവസ്ഥകളാണ്. എന്നാൽ നമ്മൾ അതിനു വേണ്ടി ആദ്യ പാഠങ്ങളിൽ വായിക്കാം. ആദ്യ പാഠങ്ങളിൽ നമ്മൾ മരിച്ചുവെങ്കിൽ, ആദ്യ പാഠങ്ങളിൽ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നിയമം അനുസരിച്ച് നമ്മൾ ചെയ്യുവാൻ ആയി എങ്കിൽ, കേട്ടോ, ലോകത്തിലെ മനുഷ്യന് സുഖമുണ്ട്, നന്മയുണ്ട്, അനുഗ്രഹമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്കും കേട്ടോ അനുസരണമായി പിടിക്കരുത്. നീ പിന്നെ എന്താ പിടിക്കേണ്ടത്? നാം പിന്നെ എന്താ പിടിക്കേണ്ടത്? ക്രിസ്തുവിന്റെ ക്രൂശിനെ പിടിക്കണം, ക്രിസ്തുവിന്റെ ക്രൂശിന് വേണ്ടി നിൽക്കണം. അതായിട്ട് വായിക്കുക 22 വരെ വാക്യങ്ങൾ. കേട്ടോ, നീ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ അനുസരണമായി പിടിക്കരുത്, തൊടരുത്, രുചിക്കരുത്. എന്ന് വെച്ചാൽ ലോകത്തിൻ്റെതൊന്നും ഇട്ട് നിനക്ക് ശീലമുണ്ടാകരുത്. ദാനിയേലിനെ നോക്കിയേ, താൻ ജീവിതത്തിൽ ലോകത്തിൽ ലഭിക്കാവുന്നത് 5 സ്റ്റാർ അല്ല 7 സ്റ്റാർ ഫുഡാണ് ദാനിയേലിന് രാജകൊട്ടാരത്തിൽ ഓഫർ ചെയ്തത്. അതിനേക്കാളും ശ്രേഷ്ഠമാണ്. എന്നാൽ ദാനിയേൽ പറയുന്നൊരു വാചകമുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഇത് കഴിച്ചിട്ടല്ല രാജാവേ, രാജഭോജനം കൊണ്ട് എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യുകയില്ല. ദൈവവൈതലേ, വലിയൊരു ആഴമേറിയ ചിന്തയാണത്. നമുക്കല്പം രുചികരമായ ആഹാരം വരുമ്പോൾ, അല്പം നന്മ വരുമ്പോൾ നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ അകന്നു പോകുന്നവരാണ്. എന്നാൽ രാജാവ് ദാനിയേലിന്റെ തീൻമേശയിൽ അവൻ കഴിക്കാനിരിക്കുന്ന മേശയിൽ രാജാവിനോട് ഒത്തവൻ ഇരിക്കുവാനുള്ള പദവി രാജാവ് അവന് കൊടുത്തു. എന്നിട്ടും അവൻ രാജാവിന്റെ ഭോജനം കൊണ്ട് തന്നെ താൻ അശുദ്ധനാക്കിയില്ല. ഇത് തന്നെ നമ്മുടെ പ്രമാണം. താഴ്ത്ത് വായിക്കാം അമ്മേ. ഇതെല്ലാം ഉപയോഗത്താൽ ഇന്നിപ്പോ കഴിക്കുന്നു, ഇന്ന് രുചിയുള്ള ആഹാരമാ, നാളെ അത് എങ്ങോട്ട് പോകും നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ നശിച്ചു പോകുന്നത്രേ. കേട്ടോ, ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളവർക്കാ? ശരീരത്തിന്റെ രാഗഭോഗങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ്. താഴോട്ട് ജഡാഭിലാഷം അടക്കുന്നവൻ എന്തുള്ളതല്ല? പ്രയോജനമുള്ളതല്ല. അപ്പോൾ ജഡാഭിലാഷം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? അടക്കി ക്രൂശിനെ ധ്യാനിച്ച് ജീവിക്കുന്നവരാകണം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ചിന്ത ഇവിടെ പറഞ്ഞായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, അവൻ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെട്ടവരെ, അവൻ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ട നമ്മെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിയിട്ട്. കേട്ടോ, എന്തിനാ അവൻ ക്രൂശിൽ മരിച്ചത്? എന്തിനാ അവൻ ക്രൂശിമേ കയറിയത്? നമ്മെ ആരാക്കാൻ?
പുത്രത്വത്തിന് അവകാശികളാക്കാൻ വേണ്ടിയാണ്. താഴോട്ട്, നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രന്റെ ആത്മാവിനെ അത്രേ നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കം ദൈവനാമത്തെ ശരണപ്പെടുന്നു. ആമേൻ. നമ്മൾ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുന്നുവെങ്കിൽ ഇനി ജീവിക്കുന്ന ഞാനല്ല. ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ക്രൂശിന്മേൽ കയറിയ ആ ധ്യാന പാട്ടോടുകൂടി എൻ്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിന്മേൽ കാണുന്ന പ്രാണനാഥൻ എൻ പേർക്കാൽ ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കാൽ ലോകത്തെ സ്നേഹ